KSIDCക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി കോടതി തള്ളി. SFIOയ്ക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടലിന് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ തയ്യാറാകാതിരുന്നത് ഏത് സാഹചര്യത്തിലാണ്? വിജയകുമാർ, ഈ KSIDCയുടെ ഈ അന്വേഷണം, SFIO അന്വേഷണം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഹർജി നൽകിയ ആദ്യഘട്ടം മുതൽ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിൽ റദ്ദാക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്ന്. ഇന്ന് അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതായത് KSIDCക്കെതിരെയുള്ള SFIO അന്വേഷണം അത് തുടരാം, ഒരു തരത്തിലുള്ള കാര്യങ്ങളും മറച്ചുവെക്കരുതെന്ന് KSIDCക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നു. നേരത്തെ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കോടതി വ്യക്തമാക്കിയതാണ് KSIDC പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത്തരത്തിലൊരു സ്ഥാപനം സംശയത്തിന്റെ നിഴൽ വരുമ്പോൾ നിങ്ങൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ അത് സംശയത്തിന്റെ നിഴലിലേക്ക് പോകും. പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് തുടങ്ങിയ രൂക്ഷ വിമർശനം നേരത്തെ KSIDCക്കെതിരെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. KSIDC വ്യക്തമാക്കുന്നത് ഈ CMRLന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട തങ്ങൾക്ക് അവ്യക്തതകൾ അല്ലെങ്കിൽ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ തങ്ങൾ പങ്കാളിത്തം പിൻവലിച്ചു എന്നാണ്. എന്നാൽ കോർപ്പറേറ്റ് മന്ത്രാലയം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ വ്യക്തമാക്കുന്നത് ഈ സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ CMRLന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ജാഗ്രത പുലർത്താൻ KSIDCക്ക് ആയിട്ടില്ല എന്നൊരു ഗുരുതര കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണം തുടരട്ടെ എന്ന നിലപാടിലേക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് നിലപാട് സ്വീകരിച്ചത്. ഈ കേസ് വീണ്ടും അടുത്ത മാസം 5-ാം തീയതി പരിഗണിക്കും. തുടർവാദങ്ങൾ ഇതിൽ ഉണ്ടാകും. അതുവരെ അന്വേഷണം തുടരാം എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ. വിഷ്ണു, ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും വാദമുഖങ്ങൾ അവതരിപ്പിച്ചോ? അന്വേഷണം നടക്കുന്നുണ്ട്, അതിൻ്റെ പുരോഗതി സംബന്ധിച്ചോ എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ കോടതിയെ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ടോ? വിജയകുമാർ, പ്രധാനമായും 3 കമ്പനികൾക്കെതിരെയാണ് തങ്ങൾ അന്വേഷണം നടത്തുന്നതെന്ന് അടിവരയിട്ട SFIO വ്യക്തമാക്കിയിരിക്കുന്നത്. എക്സാലോജിക്ക്, CMRL, അതോടൊപ്പം തന്നെ KSIDC. അന്വേഷണം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. പരമാവധി തെളിവുകൾ തങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഈ ചില റെയ്ഡുകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഇനിയും ഏറെ ദൂരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തിൽ തടസ്സം വെക്കരുത് എന്നുള്ള ഒരു നയമാണ് നിലവിൽ കോർപ്പറേറ്റ് മന്ത്രാലയം കോടതിയെ അറിയിച്ചത്. അത് അംഗീകരിക്കുന്ന നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് KSIDC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, ജനങ്ങളുടെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം, അതിനിങ്ങനെ സംശയത്തിന്റെ നിലയിൽ നിർത്താനാവില്ല. കാരണം KSIDCക്ക് CMRL ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരം കമ്പനികൾ അല്ലെങ്കിൽ CMRL പോലുള്ള കമ്പനികൾ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ വെട്ടിപ്പ് നടത്തിയെങ്കിൽ അത് അറിയാതെ പോയി എന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ല. ഇത്തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായി. നിലവിൽ കോർപ്പറേറ്റ് മന്ത്രാലയം കോടതിയെ അറിയിച്ചത് അന്വേഷണം പുരോഗമിക്കുകയാണ്. അത് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്ന് തന്നെയാണ് വിജയകുമാർ. കേന്ദ്ര ഏജൻസിക്ക് SFIOയ്ക്ക് അന്വേഷണം തുടരാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തു. KSIDCക്ക് തിരിച്ചടിയാണ് ഇന്നുണ്ടായത് ഹൈക്കോടതിയിൽ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.